അപ്പോഴേ കുക്കറിൽ കഞ്ഞി വെച്ചില്ലെങ്കിൽ ഗ്യാസ് വേഗം തീരും. ഗ്യാസ് വേഗം തീർന്നു കഴിഞ്ഞാൽ നിങ്ങൾ അത് എടുത്തു തരാൻ വേണ്ടിട്ട് നിങ്ങളുടെ കാല് ഞാൻ പിടിക്കേണ്ടി വരും. അത് നിങ്ങൾ ചെയ്യില്ല. വിറക് കത്തിക്കാന്ന് വെച്ചാൽ ഈ പരിസരത്ത് ഒന്നും ഉണങ്ങിയ വിറകില്ല. ഇപ്പൊ നനഞ്ഞ വിറകാണ് അടുപ്പിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. കത്തിയാ കത്തി, അത്ര എനിക്ക് പറയാൻ പറ്റും. വിറവ് അതിൻ്റെതായ സമയം എടുത്ത് കത്തിക്കോട്ടെ, ഞാൻ ഇവിടെ ഇരുന്നോളാം, എനിക്കൊരു തിരക്കുമില്ല. നേരം പുലരുന്നത് വരെ എനിക്ക് സമയമുണ്ട്. അത് അതൊക്കെ കത്തി വെന്ത് സമയം എടുത്തിട്ട് എനിക്ക് കിട്ടി മതി. എനിക്ക് ഒരു നിർബന്ധമില്ല, ഞാനും കൊച്ചും കഴിച്ചു. അത് ഭയങ്കര ബുദ്ധിയായിട്ട് കേട്ടോ. ഇനി മുതൽ അങ്ങനെയായിരിക്കും. നിങ്ങളുടെ ഉത്തരവാദിത്വം നിങ്ങൾ മര്യാദക്ക് ചെയ്തില്ലെങ്കിൽ ഇനി മുതൽ ഇതായിരിക്കും നിങ്ങളുടെ വിധി. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നിന്റെ തീരുമാനം അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ. എന്നാലും നിങ്ങൾ നന്നാവാൻ തീരുമാനിച്ചിട്ടില്ല. ഈ കുടുംബത്തിൽ നിങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാൻ പറ്റില്ല. എന്താണ് ഈ കുടുംബത്തിന് ഞാൻ ചെയ്യാത്തത്? കുക്കർ നന്നാക്കാൻ നിങ്ങളോട് എത്ര നാളായി പറയണം? ഒരു പിടി മേടിച്ചിടാനായിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. എനിക്ക് ഞാനേ വേറെ ഒരു പരിപാടി ഇല്ലാതെ നടക്കുന്ന ഒരാളല്ല, 100 കാര്യങ്ങളായിട്ട് നടക്കുന്ന മനുഷ്യനാണ്. ഈ നാട്ടുകാരുടെ കാര്യത്തിന് വേണ്ടിട്ട് ലോകത്തിന്റെ അറ്റം വരെ നിങ്ങൾ പോകുമല്ലോ. നാട്ടുകാരുടെ കാര്യം നോക്കിയാൽ എനിക്ക് അതിൻ്റെതായ ഗുണമുണ്ടാവും. നാട്ടുകാരെ എനിക്ക് വല്ലതും ചില്ലറ കിട്ടും. ഇവിടുത്തെ കുക്കർ ഞാൻ ഉണ്ടാക്കാൻ നടന്നത് എനിക്ക് എന്തോന്ന് കിട്ടും? കുന്തം കിട്ടും. നാണ്ടാണ്ടില്ലേ ഭക്ഷണം തന്നെ ഇങ്ങനെയാണ് തരണത്. പിന്നെ എങ്ങനെ? നിങ്ങൾ സത്യത്തിൽ മനുഷ്യൻ തന്നെയാണോ അതോ രൂപം മാത്രമേ? ഞാൻ മനുഷ്യനല്ല, മനുഷ്യന്റെ രൂപമായിട്ട് ചെന്നായി. അതല്ലേ നിന്റെ മനസ്സിൽ പറയാൻ വന്നേക്കണേ? അങ്ങനെയാണെന്ന് കൂട്ടിക്കോ. എന്റെ ഇലക്ഷനെ എനിക്ക് നീ ഒരു വോട്ട് ചെയ്തോടി. എന്നിട്ട് അവള് ഞാൻ ചെയ്യണ്ട. അതുകൊണ്ട് ഉള്ള കുക്കർ അത് വെന്ത് വരട്ടെ, ഞാൻ ഇരുന്നോളാം. എനിക്ക് ഒരു തിരക്കുമില്ല. ഞാനൊന്ന് ഉറങ്ങിയിട്ടൊക്കെ വരാം. ഓ പിന്നെന്താ, ആയിക്കോട്ടെ. ഞാൻ പാട്ട് പാടി തരണോ ഉറങ്ങാൻ? വേണ്ട, താല്പര്യമില്ല. എന്റെ ഡാഡിക്ക് എന്ത് കുഴപ്പം? ഇരുന്ന് പഠിക്കാൻ കൊണ്ട് ഞാൻ എപ്പോഴും പറയണാണ്, ഇവിടെ വലിയ ആൾക്കാർ സംസാരിക്കുന്നിടത്ത് വന്നിരുന്ന് എഴുതാൻ പഠിക്കുകയും ചെയ്തത്. പിന്നെ ഞാൻ അവിടെ പോയി എനിക്ക് സ്ഥലം വേണ്ട എഴുതാൻ പഠിക്കാൻ. സ്ഥലമില്ലല്ലോ, ഞാൻ ഒരേക്കർ സ്ഥലം നോക്കിയിട്ടുണ്ട്. ഔട്ട് ഹൗസിൽ പോയിരുന്നു പഠിക്കുമ്പോളെ ഔട്ട് ഹൗസ് പണിതിട്ടുണ്ടല്ലോ. നല്ല തള്ള, മിക്കവാറും നിന്നെ പഠിപ്പിച്ച് ഈ തള്ള ഒരു കാര്യം പറ്റിയിരിക്കും കേട്ടാ.